എന്തൊക്കെ കൊടുക്കും? എന്തൊക്കെ കൊടുക്കും? ലൈക്ക് കൊടുക്കും. നമ്മള് കൊടുക്കൂലേ? കുട്ടികളാകുമ്പോൾ ധൈര്യം കൊടുക്കൂലേ? ഒരു ടെൻഷനും ഇല്ല. പിന്നെ എന്തൊക്കെ കൊടുക്കും? നമ്മള് കമന്റ് ചെയ്യൂലേ നമ്മളെ കുട്ടികളെ അല്ലെ? പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കാണാൻ വേണ്ടി നമ്മളത് ഷെയർ ചെയ്യും അല്ലെ? ഇങ്ങനെ 3 സാധനങ്ങൾക്ക് കിട്ടി. ഈ വീഡിയോ ഈ നമ്മുടെ സെമിനാറിൽ നമ്മുടെ ഈ പരിപാടിയിലല്ലാതെ മുന്നേ കണ്ട യൂട്യൂബിൽ കണ്ട ആൾക്കാരുടെ കൈവോക്കിന് ഒരാൾ കണ്ടിട്ടുണ്ട്, 2 ആൾ കണ്ടിട്ടുണ്ട്, 3 ആൾ കണ്ടിട്ടുണ്ട്, 4 ആൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. 4 ആൾക്കാർ ഈ വീഡിയോ കണ്ടു അല്ലെ? ബാക്കിയുള്ള ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. 84,54,82,917 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 84 കോടി ആളുകളാണ് യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടത്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഉണ്ടോ അല്ലേ? അപ്പൊ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടു. എന്നാൽ ഇവരെ പാരന്റ്സ് ഇത് യൂട്യൂബിൽ ചെയ്തു, ഇവരെ ക്യാമറ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടു. ഒരുപാട് ലൈക്കും ഷെയറും കമന്റും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്നാ യൂട്യൂബ് അവർക്ക് കൊടുത്ത ഇതൊന്നും അല്ല. 84 കോടി ആൾക്കാർ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള കാരണത്താൽ യൂട്യൂബ് അവർക്ക് കൊടുത്തത് 6 കോടി രൂപയുടെ 6 കോടി രൂപ അല്ലെ? എന്താ പരിപാടി? 2 കുട്ടികൾ തമാശ കാണിക്കല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്ക്രീൻ സ്റ്റാർ വേറെ ആരും വന്നോ? ആരും വന്നിട്ടില്ല. 2 കുട്ടികളെ തമാശന്റെ പേരിൽ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് ഇവർക്ക് കൊടുത്ത പൈസയാണ് 6 കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ പരിചയപ്പെടാം. ഇത് കണ്ട നിങ്ങൾ അതേ കുട്ടികളെ ആ ചാർലി വിത്ത് മൈ ഫിംഗർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊബൈൽ അടിച്ചാൽ കിട്ടും. ആ വീഡിയോ ഹിറ്റായപ്പോൾ അതിനെ പരിചയപ്പെടുത്തിട്ട് അതിനെ കളിയാക്കിയിട്ട് 2 ആൾക്കാർ തുടങ്ങിയ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഇതും ഒരുപാട് ആൾക്കാർ കാണാം. ഇത് മാത്രമല്ലാതെ നിങ്ങൾ പല നാട്ടിൽ പല ടൈപ്പിൽ ആൾക്കാർ നമുക്ക് കോഴിക്കോട് എഡിഷനും മലപ്പുറം എഡിഷനും കണ്ണൂർ എഡിഷനും ഒക്കെ നമുക്ക് തുടങ്ങാം അല്ലെ? 2 ആൾ അപ്പുറം ഒരാളെ കയ്യിൽ വായിൽ വേറൊരാൾ വിരലി കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞ ഒരു എക്സ്പ്രഷൻ വരാണ്ടില്ലേ? ഉണ്ടാവില്ലേ? ആ എക്സ്പ്രഷൻ ജസ്റ്റ് നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. കണ്ട നിങ്ങൾ ഇത് 2 പെൺകുട്ടികളാണ് കാണിക്കുന്നത്. 1,62,00,000 ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടത്. ജസ്റ്റ് കളിയൊക്കെയാണ് ചെയ്തത്. ആ വീഡിയോ പോലും കണ്ടു. അപ്പൊ നമുക്കറിയാം ഏത് വീഡിയോ ഹിറ്റ് ആവില്ലേ? ഇനി ഇത് പുറത്തുള്ള കാര്യമാണെങ്കിൽ ഇനി നമ്മുടെ നാട്ടിലെ കാര്യം പറയാം. കൊട്ടപ്പുറം കേട്ടോ? കൊട്ടപ്പുറം എയർപോർട്ടിന് അടുത്താണ് കൊട്ടപ്പുറം. നിങ്ങളുടെ നാടാണ്. അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. കണ്ണൂർ ഷെരീഫ് രഹന. നമുക്കറിയാം ചാനലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണല്ലേ? ആണോ? കേട്ടില്ലേ? ഈ പരിപാടി ഞങ്ങളുടെ ക്ലബിന്റെ പരിപാടിയാണ്. അവിടെ പരിപാടിയിൽ കണ്ണൂർ ഷെരീഫും രഹനയും കൂടെ വന്ന് പങ്കെടുത്തു, പാടി. അവർക്ക് ക്ലബ്ബുകാർ കൊടുത്തത് 5000 രൂപ. ബിക്കം ഹാപ്പി അല്ലെ? രണ്ടാമത് സംഭവിച്ചത് ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു പരിപാടി തന്നെയാണ്. ഇനി ഒന്നുകൂടെ കാണാൻ വേണ്ടി മൊബൈൽ എടുത്ത് റെക്കോർഡ് ചെയ്യൂലേ? അങ്ങനെ അത് ഷെമീർ കൊട്ടപ്പുറം നാളെ യൂട്യൂബിൽ കൊണ്ടേ അപ്ലോഡ് ചെയ്തു. അവര് യൂട്യൂബിൽ കിട്ടുന്ന 25,000 രൂപ. പാടിയൊക്കെ എത്ര കിട്ടും? ഇനി നമുക്ക് ആ ഷെരീഫ് കൊട്ടപ്പുറം വേറെ ആളാണ്. ഷെരീഫ് കൊട്ടപ്പുറം ഇത് രാഷ്ട്രീയ പ്രസംഗം ചെയ്യുന്നതാണ്. രാഷ്ട്രീയ പ്രസംഗം കാരണം നാടൻ സംസാരമാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഭയങ്കര ഹിറ്റായി. കാരണം കേൾക്കുന്നവർക്ക് എല്ലാവരും കേൾക്കേണ്ടി ഷെയർ ചെയ്യും. രസമുള്ള സംസാരം എല്ലാവരും ഇഷ്ടപ്പെടില്ലേ? ഓട്ടോമാറ്റിക് ഇയാളാണ് വേണ്ടി ഹിറ്റായി. അതിനിടയ്ക്കാണ് എന്ത് ചെയ്ത് ഇയാളോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്ന ആളല്ലേ? അതെ പറയുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ക്യാഷ് കിട്ടാറുണ്ടോ? ആദ്യമായിട്ടാണ് ഈ വിഷയം കേൾക്കുന്നത്. യൂട്യൂബിൽ ക്യാഷ് കിട്ടും. അങ്ങനെ അയാൾ 2 കൂടെ ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് സംസാരിച്ചു. ആരോ പറഞ്ഞപ്പോഴും യൂട്യൂബിൽ ക്യാഷ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓഫീസിൽ വന്ന് സംസാരിച്ചു. അവിടുന്ന് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് 10 ലക്ഷം രൂപയാണ് ഇയാൾക്ക് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട എല്ലാവർക്കും പൈസ കിട്ടുമോ? എല്ലാവർക്കും കിട്ടുമോ? നമ്മൾ നാളെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നിങ്ങൾ അടിച്ചു നോക്കി. നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിന്റെ പേര് അടിച്ചു നോക്കി. അവർക്ക് വീഡിയോ ഉണ്ടോ? ആൾക്കാർ അടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സ് കഴിഞ്ഞോ? യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആൾക്കാർ എന്തെങ്കിലും വീഡിയോ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടോ അല്ലേ? നമുക്കൊന്നും കിട്ടിയോ? നമുക്ക് കിട്ടുന്നില്ലേ? അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുന്നില്ല. അന്ന് കുറച്ച് ആൾക്കാർ കിട്ടില്ല. ഞാൻ പറഞ്ഞു യൂട്യൂബിന് അല്ലെങ്കിൽ ഗൂഗിളിന് ആൾക്കാർക്ക് ഒക്കെ ഗൂഗിൾ പൈസ കൊടുക്കുന്നുണ്ട്. അവരുടെ വീഡിയോയില് പരസ്യം ആളെ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് ചെയ്യും? അവർക്ക് പൈസ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് കണ്ട നിങ്ങൾ ഇത് BTV ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ ഫ്രണ്ട് ആണ് നാട്ടില്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുള്ള ശ്രദ്ധിക്കുന്നുണ്ട്. സാമ്പാറിന്റെ ഔഷധമാണ് എന്ന് കാണൂലേ? നമ്മൾ മൈൻഡില്ല സാമ്പാറിന് ഇത്ര പ്രത്യേകിച്ച് ഇതിന്റെ ഔഷധ ഗുണമുണ്ടോ? നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി പിന്നെ നമ്മൾ ഇതിന്റെ ഇങ്ങനെ ഉണ്ടെങ്കിലോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വരും. യൂട്യൂബ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ ആണ് പ്ലേ ചെയ്യാം. ഈ വീഡിയോ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ വരുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഡെയിലി ഈ ലബീബിൽ നിന്ന ആളെ വരുമാനം 4,500 5,000 രൂപ ആവറേജ്
എല്ലാ ദിവസവും വരുമാനത്തില്ലേ എന്ന് പറഞ്ഞാൽ ഒരു മാസം വരുമാനത്തിലായി 1.5 ലക്ഷം രൂപ. ആ വീഡിയോ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ആ വീഡിയോ. സാമ്പാർ എന്ന സമീകൃത ആഹാരം. സാമ്പാർ ഒരു സ്പൈസഡ് വെജിറ്റബിൾ സൂപ്പാണ്. ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും ഉത്തമമായ പല ഘടകങ്ങളും ഒന്നിച്ച് ശരീരത്തിന് സാമ്പാറിലൂടെ ലഭ്യമാകുന്നു. സാമ്പാറിലെ തുവരപ്പരിപ്പിൽ മാംസ്യവും ബി ജീവകങ്ങളും ഇരുമ്പും കാൽസ്യവും കരോട്ടിനും എന്നിങ്ങനെയും. ഒറ്റ ക്യാമറ വീഡിയോ ക്യാമറ ഒറ്റ വീഡിയോ ഉണ്ടതിൽ സാമ്പാറിന്റെ 3-4 പിക്ചറുകൾ, ചിത്രങ്ങൾ, സ്ലൈഡ് ഷോ കിട്ടുക ചെയ്തില്ലേ. രണ്ടാമത്തെ അതിന്റെ ഫസ്റ്റിൽ നമ്മൾ കണ്ട ഒരു സൗണ്ട് ഉണ്ട്, ഇന്റർനാഷണൽ സ്ലാങ് ഉണ്ടല്ലേ, അത് ടൈപ്പ് ആൻഡ് സ്പീച്ച് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്തതാണ്. മൂന്നാമത്തത് ഇതിലുള്ള കണ്ടന്റ് അല്ലെ, എന്താണ് സാമ്പാറിന്റെ ഔഷധ ഗുണം, അത് ചെയ്തിരിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. സാധാരണ നമ്മൾ മാഗസിനൊക്കെ ഇല്ലേ, വനിതാ മംഗളം, മനോരമ മാഗസിൻ ആഴ്ചകളിലൂടെ വരാറില്ലേ, അതിങ്ങനെ പെട്ടിയാക്കി ചെയ്തിട്ടില്ലേ, പൊടിക്കൈകൾ, അടുക്കള കാര്യം വരാറില്ലേ. ഈ സാധനം മൈക്ക് വെച്ച് വായിക്കാൻ സാമ്പാറിന്റെ ഔഷധ ഗുണം. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്ത്. ഇനി അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് വീഡിയോ എനിക്ക് പരിചയപ്പെടുത്തിയതാ. ഇന്ന് നമുക്ക് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പരിപ്പ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് മൊബൈലിൽ തന്നെ ചെന്നാൽ മതിയില്ലേ. ആണോ, അമ്മയോട് പറഞ്ഞാൽ കൈ മാത്രം വെച്ചാൽ മതി, മുഖം പോലും കാണിക്കേണ്ട, ഒരു ടെൻഷനും ഇല്ല. ഇതൊക്കെ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ വേദന വരൂലേ. ഇങ്ങനെ ആയിരുന്നു നമ്മൾ യൂട്യൂബിൽ പരിചയപ്പെടുന്നത്, ആണോ? ഇനി നമുക്ക് ഒരാളോട് പരിചയപ്പെടാം. ഒന്നുകൂടെ ഷോർട്ട് ആക്കുകയാണ്, ഒരാളോട് പരിചയപ്പെടാം. ആരാണ് സന്തോഷം പറ്റില്ലേ, സൗണ്ട് കൂടിയില്ലേ, നല്ല പരിചയമുള്ള അയാളെ പ്രത്യേകം തരോ. 5 ലക്ഷം രൂപയ്ക്ക് സിനിമ ഇറക്കി ഗോൾഡ് ടിക്കറ്റ് ആയില്ലേ. കൈരടിയും ശ്രീലൊക്കെ സിനിമ ഓടിയില്ലേ. പല ആൾക്കാരും പുറത്തിറങ്ങുമ്പോൾ സമയം കൂട്ടിയിട്ട് ഇറങ്ങിയ മൂവിക്ക് അല്ലെ, എന്താ നമുക്ക് അറിയില്ല. എന്തായാലും പരിപാടി ഇട്ടായി ഇങ്ങനെ വന്നു. ഇയാളെ ചെയ്തിരിക്കുന്ന ചെയ്യാറ് 5 ലക്ഷം രൂപയ്ക്ക് സിനിമ ഇറക്കി. അങ്ങനെ ഇയാളെ പിടിച്ച് വീണ്ടും ചാനലിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. ചാനലിലേക്ക് വിളിച്ചുകൊണ്ടോ അവിടെ വെച്ച് വീണ്ടും എല്ലാവരും കൂടെ ഇയാൾ ആക്രമിക്കുക ചെയ്യുന്നത്. അവിടുന്ന് ഇയാൾ സംസാരിക്കുന്ന സംസാരം എന്താണോ, നിങ്ങൾ ആരും എന്റെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ക്യാഷ് കിട്ടും. എവിടുന്ന് കിട്ടിയ ആൾ പറയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടി. എത്ര കിട്ടി? എത്രയോ ഇയാൾ പറയാണ് 3.5 കോടി രൂപ ഇയാൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്. നിങ്ങൾ നമ്മൾ ഇത് കേട്ടപ്പോൾ കുറെ ആൾക്കാർ തിരിച്ചു. എന്നാ പ്രശ്നം, ഇയാളെ സിനിമയ്ക്ക് യൂട്യൂബ് 3.5 കോടി കൊടുക്കുമെന്നുള്ളതാണ്. കൊടുക്കോ നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്താ പറയാ, കൊടുക്കില്ലാന്ന് പറയില്ലേ അല്ലെ. ഞാൻ പറയും നേരത്തെ ഇത് അറിയുന്നതിന് മുന്നേ ഞാൻ പറയും. കാരണം എന്താ വെച്ചാല് ഇയാളെ സിനിമ കംപ്ലീറ്റ് പീസ് ആക്കിയിട്ട് യൂട്യൂബിൽ കിട്ടിയില്ലേ. നല്ല അടിപൊളി സ്റ്റഡില് സൂപ്പർ പഞ്ച് ഡയലോഗ് ഇല്ലേ. ഇത് കംപ്ലീറ്റ് ഇതിലുണ്ട്, യൂട്യൂബിലുണ്ട്. നമ്മൾ തന്നെ ആൾക്കാരാണ്. നമ്മൾ എന്ത് ചെയ്യാം, അതില്ലേ ഇത് നമ്മൾ കൂട്ടുകാരെ വിളിച്ചു ഇതൊക്കെ ഇയാൾക്ക് പൈസയില്ലേ. സന്തോഷമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു ബഫൂണായിട്ട് അഭിനയിക്കുക മാത്രമായിരുന്നു. ആണോ, അയാൾ ബഫൂൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തും നമുക്ക് റെഡി ആവില്ലേ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ചെയ്യാം. അർച്ചനാസ് കിച്ചൺ, അതുമാതിരി ചാനൽസ്, എങ്ങനെ പഠിക്കുന്ന യൂട്യൂബിൽ പഠിക്കുന്ന ആൾക്കാരില്ലേ, എങ്ങനെ യോഗ ചെയ്യാം, എങ്ങനെ കുംഫു പഠിക്കാം, എങ്ങനെ കരാട്ട ചെയ്യാം, മസിൽ ഉണ്ടാക്കാം, ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ഇയാളെ നമ്മുടെ നാട്ടിൽ ഇയാളെക്കാട്ടി മസിൽ ആൾക്കാരുണ്ടോ? ഇല്ലേ? ക്യാഷ് ഉണ്ടാക്കുന്ന ആളാണ്. കാരണം ഇയാളുടെ വീഡിയോ റണ്ണിങ് ആണെന്നേ അല്ലേ. എന്നോട് കാര്യം പറയാം, വയറൊക്കെ ചാടി നിങ്ങൾക്ക് ജിമ്മിൽ പോയിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ആരോടും പറയാതെ യൂട്യൂബിൽ അടിച്ചു നോക്കും. എന്താ അടിച്ചു നോക്കുക, വയറ് കുറയുന്നില്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ വീഡിയോ പ്ലേ ചെയ്യുക, ഞങ്ങൾക്ക് പൈസ കിട്ടുകയാണ്. കാരണം നിങ്ങൾ അങ്ങനെ അനവധി അവസരങ്ങൾ, അനവധി വിഷയങ്ങളാണ് യൂട്യൂബിലുള്ളത്. ഇനി എന്തിനാണ് ഞാൻ ഒന്നും കൂടെ ഷോർട്ട് ആക്കി, നമ്മുടെ സമയം ഒരുപാട് അങ്ങനെ പോകും. അതുകൊണ്ട് ഷോർട്ട് ആക്കാണ്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. താല്പര്യമുള്ളവരും ഈ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ഫുള്ള് കക്കാത്തിലൂടെ അസിസ്റ്റന്റോടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരാളോട് പരിചയപ്പെടുത്തിയ 10 വയസ്സുള്ള ഒരാളാണ്. അയാളെ പണി എന്താ അറിയോ? 10 വയസ്സുള്ള ഒരാൾ നമ്മുടെ നാട്ടിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ബാലവേല. ആരെ പിടിക്കാം? ചെറുക്കനെ പിടിച്ചോണ്ട് പോവോ? കൊടുത്ത ആളെ കൂട്ടി കൊണ്ടുപോകില്ലേ ജോലിക്ക്? ആണോ? എന്താ നമുക്ക് പരിചയപ്പെടാം. അതിന്റെ മുന്നേ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കുന്ന ഒരാൾ, ആ വിഷയം ഞാൻ പറയാം. മുന്നേ പരിചയപ്പെടുത്താം. യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കുന്ന ആളുടെ പ്രത്യേകത ഇവിടെ പരിചയപ്പെടാം. YouTube channel fasting. Number 10, Shri Sarvesh Off. Hi guys, with a core or wild card electric, Shri Sarvesh, sugar, spice, and everything nice.
person goes by the innocent. രണ്ടാളുകൾ പരിചയപ്പെട്ടു. രണ്ടാളെ കണ്ടില്ലെങ്കിൽ ഫസ്റ്റ് ഈ പെൺകുട്ടിയുടെ പരിപാടി എന്താ? 6.5 കോടി രൂപയിൽ മേലെയാണ് ഇവരുടെ വരുമാനം. എത്ര? 6.5 കോടി രൂപയിൽ മേലെയാണ് വരുമാനം. എന്താ പണി അറിയാം? മുടി കെട്ടുക, നൈറ്റ് പോളിഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക, ഫേസ് പാക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുക. ആണോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എല്ലാവരും ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് മുന്നേ ഒക്കെ പെൺകുട്ടികൾ മാത്രമേ ഒരുങ്ങാറുള്ളൂ, ഇന്നിപ്പോ ആൺകുട്ടികൾ ഒരുങ്ങും അല്ലേ? അപ്പൊ നമുക്ക് പെൺകുട്ടികൾ ഒരുങ്ങാന്നുള്ളത് ഇവർ എന്ത് ചെയ്യാണ്? ഇത് ഒരുങ്ങി കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഒരുങ്ങുന്നത് എവിടെ? കണ്ണാടിന്റെ മുന്നിലാണ്, ആണല്ലേ? പക്ഷെ ഇവിടെ ഒരുങ്ങുന്ന എവിടെയാണ്? ക്യാമറയുടെ മുന്നിലാണ്. അങ്ങനെ 6.5 കോടി രൂപയിൽ മേലെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ആളാണ് പരിചയപ്പെടുക. വലിയ ഷെഫാണ്, പഞ്ചാബി ഷെഫാണ്. ഇപ്പൊ ഇയാളെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. 6.5 കോടി രൂപയിൽ മേലെയാണ് ക്യാഷ്. ഇവർക്ക് എവിടുന്നാണ് ഈ റെസിപ്പി കിട്ടുന്നതോ? ഇവിടെ പാചക മത്സരം നടത്താറില്ലേ പല ആൾക്കാരും? മാഗസിൻസ് ഒക്കെ നടക്കൂലേ? നമ്മൾ വായിച്ചു കൊടുക്കും, ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാം, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നമ്മളെന്താ കിട്ടിയാണെങ്കിൽ ഒരു ഫ്രൈ പാനോ ഒരു കുക്കറൊക്കെ കിട്ടിയാലോ നല്ലതല്ലേ? അങ്ങനെ 1000കണക്കിന് റെസിപ്പികളാണ് ഇവരെടുത്തുള്ളത്. തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി നമ്മൾ പോയി നോക്കും, ആരെ റെസിപ്പി ഉണ്ടാക്കിയത്? നമ്മൾ അങ്ങോട്ട് അയച്ച റെസിപ്പി ഇങ്ങോട്ട് ഉണ്ടാക്കി കാണിച്ചു തരാല്ലേ? അങ്ങനെ കോടികളാണ് ഇതിനൊക്കെ വരുമാനം. ഇതിനൊക്കെ നമ്മൾ ഭാഗഭാക്കാണ് ഇല്ലേ? ഇങ്ങനെ അനവധി അവസരങ്ങളാണ് ഇതിനുണ്ടെങ്കിൽ ഡിഷ മധുലിക വെജിറ്റേറിയൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഏറ്റവും ഇതിന് പ്രായം എന്നൊരു പ്രശ്നം. ഐടിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണല്ലോ, ഇവിടെ പ്രായം ഒരു പ്രശ്നം എന്തിനാണ്? കാരണം എന്താണെന്ന് ചെയ്യാൻ നമ്മള് മറ്റുള്ള ആൾക്കാർ 18 വയസ്സ് തികയാതെ ഒരാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ. പക്ഷെ ഐ ടി വർക്ക് ചെയ്യാൻ പ്രായം പ്രശ്നം എന്ന് പറയാൻ കാരണം ആ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾ വരെ 5ഉം 6ഉം രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന IT കമ്പനിയുടെ സിഇഒകളാണ്. വിശ്വസിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഈസി ഞാൻ പരിചയപ്പെടുത്താനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടെങ്കിൽ ഇയാൾ പരിചയമുണ്ടോ? ഇയാളാണ് ടോപ്പ് 10 യങ്ങസ്റ്റ് യൂട്യൂബിൽ കോടികൾ ഉണ്ടാക്കുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ്. എത്ര വയസ്സാണോ? 10 വയസ്സ്. 10 വയസ്സിൽ ഇവന്റെ പണി എന്താണ്? 10 വയസ്സല്ലോ ഒന്നുമില്ല, ഗെയിം കളിക്കുക. എന്താണ്? ഗെയിം കളിക്കുക. ഗെയിം കളിച്ചിട്ട് കോടികൾ വരുമാനം. വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഗെയിം കളിച്ച് ലാസ്റ്റ് കമ്പനിക്കാർ അവാർഡ് കൊടുക്കുക, ട്രോഫി കൊടുക്കുക. ഇതൊന്നുമല്ല ചെയ്യുന്നത്. ഇവൻ ഗെയിം കളിക്കുക, അത് റെക്കോർഡ് ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ നമ്മളോട് മൊബൈൽ വിളിച്ചാൽ മൊബൈൽ അവൻ തപ്പുന്ന ഇതാണ്. കാരണം ഒരു ഗെയിമിന്റെ അടിച്ച് സ്റ്റേജ് അറിയാവുന്നത് ഇവരുടെ ആകാംക്ഷയുണ്ട്. ആ ഒരു ആകാംക്ഷ ഇവർ യൂട്ടിലൈസ് ചെയ്യാണ്. ഇങ്ങനെ കോടികളാണ് വരുമാനം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ അന്യന്മാരെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചീത്ത പറയില്ലേ? പിന്നെ ഈ ഗെയിം കളിക്കാൻ നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും വാങ്ങിച്ചു കൊടുക്കും. ഈ വേറെ ഈ ബൈക്കെട്ട് വരുന്നില്ലേ, അവർ ഓടിച്ചു നമ്മളെ എന്നാ നിങ്ങൾ പറ. ഇങ്ങനെ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഗെയിം കളിക്കുന്നത് എന്താ ചെയ്യാം? കളിക്കണ്ടെന്ന് പറയോ? നമ്മൾ കട്ടഞ്ഞ ഉണ്ടാക്കി കൊടുക്കില്ല, ആണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് IT എന്നുള്ളത് പ്രായം ഒരു പ്രശ്നമല്ല, ഐഡിയ അല്ലെങ്കിൽ നോളജ് അല്ല പ്രശ്നം. നമ്മുടെ ഒരുപാട് പഠിച്ച ആണെങ്കിൽ ബിടെക്, എംടെക്, MCA അല്ലേ, PhD എടുത്താലേ നടത്തുള്ളൂ. കാരണം ഇതൊക്കെ ഭയങ്കര പ്രൊഫഷണൽ ഫീൽഡ് അല്ലേ? അല്ല, അതിലേക്കൊന്നും എത്താതെ നിങ്ങൾക്ക് ചെയ്യാം, IT-ലേക്ക് കയറാം അല്ലേ? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയായിരുന്നോ നിങ്ങൾ യൂട്യൂബിൽ എത്ര കാലം കണ്ടിരുന്നത്? അല്ല അല്ലേ? ഇനി നമുക്ക് തിരിച്ച് ചിന്തിച്ചൂടെ? ഞാൻ ചോദിക്കട്ടെ, 4-5 മണിക്കൂറിലേ 1 മണിക്കൂർ കിട്ടിയാൽ നമ്മളിങ്ങനെ കുട്ടികളെ കണ്ടാൽ 1 മണിക്കൂർ ലേറ്റ് ആവും. എന്താ ചെയ്യാ? വേഗം മൊബൈൽ എടുത്തിട്ട് ഓണാക്കും. യൂട്യൂബ് ഓണാക്കി എന്ത് ചെയ്യാം? നേരത്തെ കണ്ട സിനിമയുടെ ബാക്കി കാണും. അല്ലെങ്കിൽ ബാഹുബലിയുടെ പാട്ട് അടിപൊളിയാ, നമ്മൾ അതൊന്നും കൂടെ കാണും അല്ലെ? ഏതെങ്കിലും കോമഡി കാണും, പ്രസംഗം കേൾക്കും, പാട്ട് കേൾക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് സമയം പോക്കാണ്. എന്നാൽ ആ സമയം നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഗൂഗിളിനായിട്ട് എഗ്രിമെന്റ് റെഡി ആണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അത്രയും അതിനേക്കാളും പൈസ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വേറെ സമയം ചെലവാക്കണ്ട. കാരണം 5 മണിക്കൂർ ഒരാള് ഇരുന്ന് കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ 5 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ എന്താ യൂട്യൂബ് യൂസ് ചെയ്യുന്നത്? മോഡി, നമ്മുടെ പ്രധാനമന്ത്രി മോഡി പറഞ്ഞോ, നിങ്ങളെല്ലാം യൂട്യൂബ് നിർബന്ധമായിട്ട് 5 മണിക്കൂർ യൂസ് ചെയ്യണം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എൻജോയ്മെന്റ് ആണ് അല്ലേ? ആ എൻജോയ്മെന്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഞങ്ങൾ പറയാനുള്ളത്. അടുത്ത വിഷയം ഞാൻ ഈ വിഷയത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യൂട്യൂബ് നമുക്ക് വലിയ പൈസ കഴിക്കുന്ന അല്ലെ, പണം കഴിക്കുന്ന മരമാണ്, ആണല്ലേ? ഇനി നമുക്ക് യൂസ് ചെയ്യാം അല്ലെ? യൂസ് ചെയ്യൂടെ? എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇനി യൂട്യൂബിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? താല്പര്യം യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ സംസാരിക്കാൻ പോവാണ് യൂട്യൂബിലെ ഗൂഗിളിലെ അടുത്ത ഫെസിലിറ്റിയാണ് എന്ത്? ബ്ലോഗ് എന്ന് പറഞ്ഞത്. കേട്ടുണ്ടോ ബ്ലോഗ്? എന്താണ് ബ്ലോഗ്? എന്താണ് ബ്ലോഗ്?
ഗൂഗിൾ നമുക്ക് തരുന്ന ഫ്രീ വെബ്സൈറ്റ് ആണ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മോഹൻലാൽ ബ്ലോഗ് ചെയ്ത് കേൾക്കാറില്ലേ മോഹൻലാൽ ബ്ലോഗ് ചെയ്തില്ലേ കാരണം മോഹൻലാൽ നല്ലൊരു ബിസിനസ്മാൻ ആണ് മോഹൻലാൽ അറിയാം ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും അയാൾ ചാനലിലേക്കെല്ലാം പോവോ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ അറിയാം അല്ലേ അതുകൊണ്ട് തന്നെ ബ്ലോഗ് ചെയ്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി കണ്ടെങ്കിൽ ബ്ലോഗ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല 5 ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബ്ലോഗ് ഉണ്ടാക്കാം ഗൂഗിളിൽ കയറിയിട്ട് വെറുതെ ബ്ലോഗിൽ അടിക്കാം അല്ലെങ്കിൽ അവിടെ മെനുവിൽ കയറിയിട്ട് നമ്മൾ അടിച്ചാൽ മതി ബ്ലോഗിൽ ഫസ്റ്റ് ക്ലിക്കിൽ നമുക്ക് വരുന്നത് ക്രിയേറ്റ് ഒരു ബ്ലോഗ് രണ്ടാമത്തെ ക്ലിക്കിൽ നമുക്ക് വരിക ജിമെയിൽ അക്കൗണ്ട് പാസ്വേഡ് നാലാമത്തെ ക്ലിക്കിൽ നമുക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾ അഡ്രസ് വരുമ്പോൾ blogspot.com എന്ന് വരിക അഞ്ചാമത്തെ ക്ലിക്കിൽ നമുക്ക് ബ്ലോഗ് ആയി ബ്ലോഗ് ബ്ലോഗ് ഉണ്ട് അല്ലേ എല്ലാവർക്കും അറിയുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കൂലേ എനിക്കൊരു ബ്ലോഗ് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതായി ചിന്തിക്കാറില്ലേ പക്ഷെ ഒരു റുപ്യ പോലും മുടക്കാതെ ഗൂഗിൾ നമുക്ക് തരികയാണ് ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിച്ചോ അല്ലെ എന്ന് പറഞ്ഞു നമ്മൾ ബ്ലോഗ് കാണാത്തവർക്ക് ബ്ലോഗ് കാണാത്തവർക്ക് എല്ലാവരും കാണിക്കുന്നില്ലേ ദാറ്റ്സ് ഗുഡ് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ബ്ലോഗിലേക്ക് എത്തിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ യൂസ് ചെയ്യാൻ നമുക്കറിയാം വെളുക്കാൻ ഒറ്റമൂലി 15 ദിവസം കൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുകയാണ് നമ്മൾ എന്താ ചെയ്യാം വെറുതെ അടിച്ചു കൊടുക്കില്ലേ എന്തിനാ അടിച്ചു കൊടുത്ത് കൊടുക്കുക നമ്മളായിരിക്കും കൊടുക്കുവോ പിന്നെ എന്തിനാ പഠിച്ചത് അറിയാൻ പറ്റാ ആകാംക്ഷ ആണോ ഹൈവേയിലെ ബാഹുബലിയുടെ സമയം നമ്മൾ പറയുന്നത് നമ്മൾ കാണാറുണ്ട് ബാഹുബലിയുടെ ഷൂട്ടിംഗ് സമയം ഷൂട്ടിംഗ് സ്ഥലത്ത് എന്ത് സംഭവിച്ചു ആകെ ടെൻഷനായി ഇന്നലെ ഹൈവേയിൽ എന്ത് സംഭവിച്ചു എന്താ സംഭവിച്ചത് ഒരാൾ മൊബൈൽ പിടിച്ച് ഹൈവേയിൽ കുറച്ച് നിന്ന് കുറെ വണ്ടികൾ പോയില്ലേ അത് റെക്കോർഡ് നമ്മൾ കാണിച്ചു വണ്ടി പോയി വേറെ ഒന്നുമില്ല പക്ഷെ ഇവര് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ വാട്സപ്പിൽ നിന്നൊക്കെ നമ്മളെ ട്രാഫിക് ചെയ്യണം ഇങ്ങോട്ടേക്ക് ട്രാഫിക് ചെയ്ത് നേരെ അവരെ ബ്ലോഗിലേക്ക് കയറി ഒരാൾ ബ്ലോഗിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ പൈസ ഇടുന്നേ ഓക്കെ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ ഇടുന്നുണ്ടോ ഇടുന്നുണ്ടോ ഇല്ല കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഗൂഗിളിലേക്ക് നമ്മുടെ എഗ്രിമെന്റ് ആയിട്ടില്ല ഗൂഗിളിന്റെ ആൾക്കാരായി മാറിയിട്ടില്ല നമ്മൾ മാത്രം നമ്മൾ ഇഷ്ടപ്പെട്ടുള്ളൂ ഗൂഗിളിനെ ഇങ്ങോട്ടൊരു ചെറിയൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൈസ നീക്കാം ആ വിഷയത്തിലേക്ക് കടക്കാം ഇതിനാണ് നിങ്ങൾ ഇത് ഫിറ്റാക്ട് IT ക്ലബിന്റെ ബ്ലോഗാണ് പക്ഷെ നമ്മൾ സ്പീഡ് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധ വേണം കേട്ടോ ഈ വിഷയം ഇവിടുന്നാണ് ഫിറ്റാക്ട് കുറിച്ചുള്ള സബ്സിഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണുന്നത് പരസ്യമാണ് ആമസോണിന്റെ ഒരു വാച്ചിന്റെ ഇവിടെ കണ്ടിട്ട് തടി കുറക്കാനുള്ള ഒരു പരസ്യമുണ്ട് ഇവിടെ വേറെ പരസ്യമുണ്ട് ഇങ്ങനെ 5 or 6 പരസ്യങ്ങൾ ഇതിനുണ്ട് കാരണം നിങ്ങൾ ഈ പരസ്യങ്ങൾ കാണുന്നതോടെ എന്ത് ചെയ്യാണ് ഈ ബ്ലോഗ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് പൈസ കിട്ടാൻ മനസ്സിലാവുന്നുണ്ടോ ഒരാൾ വെറുതെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ പൈസ കിട്ടും അത് നമുക്കിവിടെ പരിചയപ്പെടാൻ പറ്റിയാണ് നിങ്ങൾ 30 blogs that makes a lot of money ഓൺലൈനായിട്ട് പൈസ ഉണ്ടാക്കുന്ന ബ്ലോഗുകളാണ് ഫസ്റ്റ് നമ്മൾ കാണാം അറീന ഹഫിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയും ഈ ഹഫിംഗ്ടൺ പോസ്റ്റ് അറീന ഹഫിംഗ്ടൺ ആണ് $23,30,000 ആണ് മന്ത്ലി ഏർണിങ്സ് ആണ് $23,30,000 മെയിൻ ഇൻകം എങ്ങനെ വരുന്നോ പേപ്പർ ക്ലിക്ക് എത്ര വരുന്നത് 23,30,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി 15 കോടി രൂപ ഗൂഗിളിൽ നമ്മൾ കണ്ടില്ലേ അതിനേക്കാളും വലിയ സാധനമാണ് എന്ത് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്നോളജി മാക്സിമം ഈ ബ്ലോഗ് പരിചയപ്പെടാം നിങ്ങൾ ഈ ബ്ലോഗ് കാണാം ഇതാണ് ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ ബ്ലോഗ് കേട്ടോ നിങ്ങൾ ഇതാണ് അതിന്റെ പരസ്യം ഗൂഗിളിൽ പരസ്യം കാണുന്ന വഴിയിലാണ് എന്ത് ചെയ്യുന്നത് 15 കോടി രൂപ മാസ വരുമാനം വാങ്ങിക്കുന്നത് ആര് ഹഫിംഗ്ടൺ പോസ്റ്റ് ഇനി നമുക്ക് കാണാം ഇതാണ് നിങ്ങൾ ടെക്നോളജിയുള്ള ബ്ലോഗാണ് മാക്സിമം ചെയ്യാനുള്ള ബ്ലോഗാണ് ഇങ്ങനെ പല പല ടൈപ്പിൽ ബ്ലോഗ് ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട് യൂട്യൂബിൽ നമുക്ക് ഉണ്ടാക്കല്ലേ പക്ഷെ ബ്ലോഗ് എഴുതിയ എന്താ എഴുതിയ ബ്ലോഗിൽ ഇതൊരു പ്രശ്നമല്ലേ യൂട്യൂബിൽ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല പക്ഷെ ബ്ലോഗിൽ എഴുതണ്ടേ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യണം ഇവിടെ കണ്ട നിങ്ങൾ ഇത് ഫുഡിനെ കുറിച്ച് ബ്ലോഗാണ് ട്രാവലിനെ കുറിച്ച് ബ്ലോഗാണ് ടെക്നോളജി ബ്ലോഗാണ് ഫാഷൻ ഇനി നിങ്ങൾക്ക് ഗെയിം ക്രിക്കറ്റ് ഫുട്ബോൾ എഴുതിക്കോ പൊളിറ്റിക്സ് എഴുതിക്കോ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഇല്ലേ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ബ്ലോഗ് എഴുതിക്കോ അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാം മെയിൽ വഴി എത്തിച്ചു കൊടുക്കാം ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നത് എന്തേലേ നമ്മുടെ ബ്ലോഗിലേക്ക് ആൾക്കാർ വരും ആൾക്കാർ വരുന്നതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ചെറിയ പൈസ അല്ല വലിയ പൈസ ഇതൊക്കെ വരിക കാരണം ഈ പൈസ വരുന്നതൊന്നും ഇന്ത്യൻ മണിയായിട്ടല്ല വരുന്നതാണോ ഡോളറിലാണ് വരുന്നത് അല്ലെ കാരണം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഗൾഫ് പോകുന്നതിനാ അവിടെ പൈസ റിയാലിലാണ് കൊടുക്കല് അവിടെ എങ്ങനെ പൈസ ഇന്ത്യൻ മണിയിലാണെങ്കിൽ അവിടെ $3,000 കിട്ടും ഇവിടുന്ന് ആൾക്കാർ സൗദി പോവാണേ പക്ഷെ സൗദി പോയിട്ട് അവർക്ക് 3,000 ഉറുപ്പിക കൊടുക്കാൻ എന്താ സംഭവിക്കുക അറബികൾ ഇങ്ങോട്ട് പഠിക്കേണ്ടി വരില്ലേ രണ്ടുപേരില്ലേ
എന്തുകൊണ്ടാണ് പോകുന്നത്? ഇതേപോലെ തന്നെ ഡോളർ വരുമ്പോ അല്ലെ, $1 എന്ന് പറയുമ്പോ 68 രൂപയാണ് നമുക്ക് ഇന്നത്തെ വില. ആണോ? 68 രൂപയ്ക്കാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് ചെറിയ പൈസ അല്ല, നമ്മളിവിടെ കിട്ടുന്നതിന് എത്രയോ ഇരട്ടി പൈസക്കാണ്. അതുകൊണ്ട് സർക്കാർ വരെ കൊടുക്കില്ലേ, വിദേശ നാട്ടിൽ സ്വീകരിക്കുക കലക്ട് ചെയ്യാനുള്ള വലിയ സപ്പോർട്ടാണ് സർക്കാർ കൊടുക്കുക. കാരണം വലിയ പൈസ ഇവിടെ എത്തുന്നത്. നിങ്ങൾ കണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾ ബ്ലോഗ് ചെയ്താൽ ടോപ്പ് 10 ബ്ലോഗേഴ്സ് ഇന്ത്യ അമിത് അഗർവാൾ എത്ര പൈസ വാങ്ങുന്നോ? 30 ലക്ഷം രൂപയാണ് അമിത് അഗർവാൾ ഒരു മാസം ഉണ്ടാക്കുന്ന പൈസയാണ്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത തമാശ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് വെക്കാനുള്ള സ്ഥലം, വിരിക്കാനുള്ള ചെയർ, കണക്ട് ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ ആര് തരുന്നത്? എം പി ആയിട്ടുള്ള GB ആയിട്ട് തരുന്നില്ല, കുറച്ചുകൂടി MP ആയിട്ടുള്ളത് ഇന്ന് GB ആയിട്ട് ആവശ്യത്തിൽ കൂടുതൽ തരുന്നുണ്ട്. ഇതാ ഇത്ര സ്പേസിൽ നിങ്ങൾക്ക് പണിയെടുക്കാതെ എന്നാൽ വലിയ ഷോപ്പ് ഇടണം, അതും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്ലോഗ് ചെയ്താൽ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളാണിത് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇത് ഫൈസൽ ഫാറൂഖ് 2 മില്യൺ മുതൽ 3 മില്യൺ വരെയാണ്. ഇത് അമിത് ഭവാൻ. ഇങ്ങനെ അനവധി അവസരങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ബ്ലോഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് യൂട്യൂബ്, യൂട്യൂബ് നമുക്ക് ചെയ്യുന്നതാണോ? തട്ടിക്കളിക്കുന്ന സാധനമാണോ യൂട്യൂബ്? അല്ല, കോടികൾ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ് അതൊക്കെ യൂട്യൂബ് തന്നെ, ആണോ? അതേപോലെ തന്നെ അവരെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട്. അവർ ആൾക്കാർക്ക് പൈസ കൊടുക്കും. ബ്ലോഗ് നമ്മൾ കണ്ടു, ബ്ലോഗിന് പൈസ കിട്ടും. വെബ്സൈറ്റിലുള്ള ആൾക്കാർക്ക് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഇതിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പൈസ മേടിക്കാം. അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഈ വാക്ക് കേട്ട ആൾക്കാർ കൈകൊണ്ടി അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എവിടെ നിങ്ങൾ കേട്ടത് ഈ വാക്ക്? ഇന്റർനെറ്റ് കേട്ടു. വേറെ എവിടെ കേട്ട ആൾക്കാരുണ്ടോ? എവിടെ കേട്ടേ? അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് വളരെ സിമ്പിൾ ആണ്. ഇപ്പം സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ഇനി വരുന്ന 5 കൊല്ലം അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിന്റെ കാലഘട്ടമാണ് പറയുന്നത്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് നമ്മളിവിടെ കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലൂടെ. നമുക്കറിയാത്ത ആൾക്കാർക്കും വാട്സപ്പിൽ നിന്ന് കാണാറുണ്ടല്ലേ, എന്താണ് നൈക്കിന്റെ ഷൂ 20% ഡിസ്കൗണ്ടിൽ അല്ലെ, ആമസോണിൽ എന്താണ് ലാപ്ടോപ്പ് 10,000 രൂപ കാണാറില്ലേ? വാട്സപ്പിൽ ഇങ്ങനെ ലിങ്ക് വരുന്നത്, ഫേസ്ബുക്കിൽ ലിങ്ക് വരുന്നത് കാണാറില്ലേ? നമ്മളെ കൂട്ടുകാരൻ അങ്ങനത്തെ വർത്തമാനം എങ്ങനെ അയക്കുന്നില്ല. ഏതോ ആൾക്കാർ ആമസോണിൽ ലിങ്ക് ഇവനെ അയക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നൊക്കെ കോടികളുടെ വരുമാനമാണ്. നമുക്ക് പരിചയപ്പെടാം. ഇത് കണ്ട നിങ്ങൾ, ഇത് ഫിറ്റാക്ട് ഐ ടി അക്കാഡമി നേരത്തെ കണ്ട ബ്ലോഗില് ആ ബ്ലോഗാണ്. ആ ബ്ലോഗിന്റെ ഈ സൈഡിൽ കണ്ടത് ആമസോണിന്റെ പരസ്യമാണ്. ഈ പരസ്യം ഫിറ്റാക്ടിന്റെ ആൾക്കാർ ആമസോണിൽ കയറിയിട്ട് അവിടുന്ന് അഫിലിയേഷൻ ചെയ്ത് അവരുടെ ലിങ്ക് ഇവിടെ കൊണ്ടേ വെച്ചാൽ ചെയ്ത്. കാരണം ഈ ബ്ലോഗിൽ കയറിയ ആൾ വെറുതെ നോക്കുമ്പോൾ ഇതിൽ കാണും വാച്ചിന് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി ആമസോണിൽ ചെന്നിട്ടാണ് എന്താവുന്നത് ഓപ്പൺ ആവുന്നത്. ആമസോൺ ചെന്ന് വാച്ച് കണ്ട് കുഴപ്പമില്ല തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? അടുത്ത വില നോക്കുമ്പോൾ 1300 രൂപയുടെ വാച്ചാണ് 429 കൊടുത്താൽ മതി. ഇവിടെ നമ്മളെ മനസ്സിലാവുക. അപ്പൊ നമുക്ക് ആവശ്യം വരില്ലേ? എന്താണ് അനിയൻ 10ാം ക്ലാസ് എഴുതിക്കണം, ഒരു വാച്ച് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെ ഫ്രണ്ടിന്റെ കല്യാണം ഒരു വാച്ച് കൊടുക്കണം. എന്റെ വാച്ച് പഴയതായി വാച്ച് വാങ്ങിച്ചാൽ 429 കൊടുക്കുള്ളൂ. നമ്മളത് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യും, ഓൺലൈനായിട്ട് ചെയ്യൂലേ? 4-5 ദിവസം കൊണ്ട് വാച്ച് വീട്ടിലെത്തും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണോ ഈ ലിങ്ക് ഇവിടെ കൊണ്ടുവച്ചത്, കാരണം നിങ്ങൾ ഇയാൾക്ക് നമ്മൾ വാച്ച് വാങ്ങിച്ചു എന്നുള്ള പേരിൽ ഇയാൾക്ക് കിട്ടുന്ന ലാഭത്തിനോ 12% പ്രോഫിറ്റ് ആണ് ആര് കൊടുക്കുക? ആമസോൺ കൊടുക്കുക. വിശ്വസിക്കുന്നത് വാച്ചിന്റെ ലിങ്ക് കൂടെ എടുത്ത് കൊണ്ടുവച്ച ആൾക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് എത്ര വരും? 12%. ആ കൊണ്ടുവച്ച ആള് അങ്ങനത്തെ വാച്ച് ജീവിതത്തിൽ കണ്ടുകൊടുത്ത് കൊടുക്കുന്നത്. ഇതതിന്റെ പ്രത്യേകത. നമ്മൾ ഇത്രയും കാലം പിന്നെ സാധനങ്ങൾ നമ്മൾ ചിന്തിച്ചെന്താണ്? ആമസോണിൽ ഇതിനൊക്കെ സാധനം വാങ്ങിക്കുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഇതിനൊക്കെ സാധനം വാങ്ങിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്? എന്തിനാ നമ്മൾ ഓൺലൈനായിട്ട് സാധനം വാങ്ങിക്കുന്നത്? ലാഭം കിട്ടാനല്ലേ, ഡിസ്കൗണ്ട് കിട്ടൂലേ? എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നത്. എന്നാൽ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ ഇ-കൊമേഴ്സ് കമ്പനികളിൽ 5 പൈസയുടെ സാധനം വാങ്ങിക്കേണ്ടത് നിങ്ങൾ 1 രൂപയുടെ സാധനം പോലും വാങ്ങിക്കാതെ നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള അവസരമാണ്. അതാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വിഷയങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിലൊക്കെ ആൾക്കാരാണ് നമ്മൾ. ഇതൊക്കെ നമ്മൾ ദിവസം കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ ക്ലിക്ക് അടിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കും. സാധനം വാങ്ങിക്കൂലേ? ലാപ്ടോപ്പ് 10,000 രൂപയ്ക്ക് നമ്മൾ കയറി ലാപ്ടോപ്പ് കിട്ടി നമ്മൾ വാങ്ങിക്കൂലേ? 10,000 രൂപയുള്ളൂ അല്ലേ? സാംസങ്ങിന്റെ ഫോണിന് ഡിസ്കൗണ്ട് നമ്മൾ വാങ്ങിക്കൂലേ? ഷൂ ഡിസ്കൗണ്ട് വാങ്ങിക്കൂലേ? ഇതൊക്കെ വാങ്ങിക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാണ്? നല്ല വരുമാനമാണ് കിട്ടുന്നത്. ഇത് തടി കുറക്കാനുള്ള മരുന്നാണ്. ഫാറ്റ് ബോർണിംഗ് സൂപ്പാണ്. അതായത് നിങ്ങൾ ഫിറ്റാക്ടിന്റെ ഡൊമൈനും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. യാത്രയോട് നോക്കിയിട്ടില്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, റൂം ബുക്ക് ചെയ്യാനൊക്കെ അല്ലെ? നമ്മൾ അമ്മാവൻ ഗൾഫിലാണ്, ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതി അമ്മാവനെ. അമ്മാവൻ യാത്ര കൊടുക്കും, അടുത്ത വീട്ടിലേക്ക് പോവാം, ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലോ അമ്മാരോട് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ?
അമ്മാവനല്ലേ കമ്മീഷൻ തരുമോ? നീ പോകുന്നറിയില്ലേ? നിങ്ങൾക്ക് അമ്മാവനോട് ചോദിക്കേണ്ട, ആരും യാത്ര കൊടുക്കും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തരും കമ്മീഷനായിട്ട്. പോരെ? അങ്ങനെ 100 ആൾക്കാരെ വോളറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 ആൾക്കാരെ ടിക്കറ്റ് എടുത്താൽ ഉറുപ്പിയത്തായി ആയില്ലേ? നല്ലൊരു വരുമാനമായോ? നമ്മൾ തിരിച്ചെടുത്തോ? നമ്മൾ നേരത്തെ കണ്ട വാച്ച് ഇല്ലേ, കളറ് പോയി നടക്കുന്നില്ല, വെള്ളം കയറി, ആരന്വേഷിച്ചു വരില്ല? അപ്ലൈൻ ചെയ്ത ആളെ അന്വേഷിച്ചു വരുമോ? അവരെടുക്കാൻ പോവാ കമ്പനിയുടെ സർവീസ് സെന്ററിൽ പോലെ. സാംസങ്ങിൽ ഫോൺ വാങ്ങിക്കേണ്ട സാംസങ് സർവീസ് സെന്ററിലേക്ക് അവർ പോകും, നമ്മൾ അന്വേഷിച്ചു വരില്ല. ഇതിനെക്കാട്ടി റിസ്കില്ലാതെ പണിയുണ്ടോ? ഉണ്ടോ? നമ്മൾ നോക്കാം. ഇതൊന്നുമല്ല, ഇനിയും അനവധി അവസരങ്ങളെ കുറിച്ച് സംസാരിക്കാണ്ട് 3.5 മണിക്കൂർ സെമിനാറാണ് പോയത്. അതാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിറ്റാക്ട് IT ക്ലബിൽ നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് ആ ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാം. ഫുൾ അസിസ്റ്റന്റോടെ ഞാൻ പറഞ്ഞു, നമുക്ക് അറിയാത്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മുന്നോട്ട് കാര്യത്തിൽ വെക്കാൻ പേടിയായി. കാരണം പറയാൻ ആൾക്കാരെന്താ പറയുക, കുറച്ചു പോകുമ്പോൾ പേടിയായി. ഇവിടെ നിന്നാണ് ബോംബെക്ക് പോവാണ്. ബോംബെ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലമായിരിക്കാം, പക്ഷെ ബോംബെക്ക് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല, വഴി അറിയില്ല. കാറിൽ പോകുമ്പോൾ ഈസിയാണോ? ട്രെയിനിൽ കയറി പോകുന്നത് ഈസിയാണോ? ഫ്ലൈറ്റ് പോകുന്നത് ഈസി ഉണ്ടോ? കറണ്ട് പോകുമ്പോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയാം, കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു തരാൻ ആളുണ്ടെങ്കിൽ നമുക്ക് പോയിക്കൂടെ? അതാണ് ഫിറ്റാക്ടിന്റെ പ്രത്യേകത. ഈ വിഷയത്തില് IT-യുടെ വിഷയത്തിൽ കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും ഫിറ്റാക്ടിന്. കാരണം ഇത് തരാനുള്ള ഒരു കാരണം IT-യിൽ നിങ്ങളെ ഏബിൾ ആക്കുക, IT-യിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഫിറ്റാക്ടിന്റെ ലക്ഷ്യം. കാരണം അങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന അങ്ങനെ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് ചൂണ്ടി കണ്ടുകൊടുത്താ ഇയാൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പരിപാടി നടക്കണം. തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ചോദിച്ച പോലെ തന്നെ ആരെങ്കിലും ഗൂഗിളിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ? ആദ്യം കഴിവില്ല. പിന്നെ കാണിക്കുന്നു തൊപ്പിട്ട ഒരാൾ ഉസ്താദിരിക്കുന്നു, സാർ ഞാൻ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയും ചോദിച്ചു? 2 ലക്ഷം രൂപ ഒരു ഉസ്താദാണ്. 2 ലക്ഷം രൂപ അല്ല ഇവിടെ ഇരിക്കുന്നു. എനിക്ക് പിന്നെ ഒരു മണി ചൂണ്ടി കണ്ടിട്ടുണ്ട്. അല്ലേ ഉസ്താദേ? അതെ, കാരണം ഉണ്ടാക്കുന്ന ആൾക്കാർ പച്ചക്ക് കാണാനേ. ഇത് നമ്മൾ പറയുന്നത് എന്തൊക്കെയാ പറയണല്ലേ? ഇത് കോടികളെ കണക്കൊക്കെ അവർ പറയുന്നത് നമ്മളിക്കാണ് ഉണ്ടാക്കിയ ബദലാക്കിയിരിക്കാണ്, നമ്മളിക്കാണ് ഉണ്ടാക്കിയ ഇതിങ്ങനെ പറഞ്ഞു നടക്കണോ? പറഞ്ഞു നടക്കണോ? അതെ, അതും ബിസിനസ് ആണ്. ആണോ? അല്ലേ? അല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ച എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ജോലി എടുക്കുക, പഠിപ്പിക്കാൻ ആൾക്കാരില്ലേ, സ്ഥാപനങ്ങൾക്കില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതിലൊക്കെ സാധ്യതകളുണ്ട്, ഏതിനും സാധ്യതകളുണ്ട്. ഇതൊക്കെ പഠിക്കാനുള്ള അവസരം ഞങ്ങൾ തരുന്നുണ്ട്. അവിടെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തനാക്കുക, ഈ വിഷയം ചെയ്യാൻ വേണ്ടിയിട്ട്, കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത വിഷയം നമ്മൾ സംസാരിക്കണം. എന്താണ് അടുത്ത നമ്മൾ സംസാരിക്കുന്നത്? ഇ-കൊമേഴ്സ് കമ്പനിയാണ്. എന്താണ് ഇ-കൊമേഴ്സ് കമ്പനി പറഞ്ഞാല്? കുറച്ച് മുന്നേയൊക്കെ സൂപ്പർ മാർക്കറ്റുകളുടെ കാലഘട്ടത്തില്ലേ, കുറെ സൂപ്പർ മാർക്കറ്റ് 50 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം മുടക്കിയിട്ട് ഹൈപ്പർ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ആ ലൊക്കേഷനിൽ മാർക്കറ്റ് കിട്ടുള്ളൂ. ആണോ? അല്ലേ? പക്ഷെ ഇ-കൊമേഴ്സ് കമ്പനിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. കുറച്ച് സമയം എടുക്കുള്ളൂ. വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഫോക്കസ് മാൾ സ്ഥാപനത്തിന് സാധനം വാങ്ങിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ആൾക്കാർ വരുമോ? ഇല്ല. തിരുവനന്തപുരത്ത് അതേപോലെ വേറെ കടകളുണ്ട്. ആണോ? പക്ഷെ ഇ-കൊമേഴ്സ് കമ്പനി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആണ്. എവിടുന്നും സീസൺ ഒരു പ്രശ്നമല്ല. ഇവിടെ ഓണോ പെരുന്നാളോ ക്രിസ്മസ് വരുമ്പോ ഇവിടുത്തെ ആൾക്കാർക്ക് അടിപൊളി സീസൺ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് സീസൺ ആണെന്ന് പറയാം. ആണോ? പക്ഷെ ഇ-കൊമേഴ്സ് കമ്പനിക്ക് അങ്ങനെയല്ല. ഇവിടെ ഓണം കഴിയുമ്പോൾ അവിടെ മൊബൈൽ തുടങ്ങിയിട്ടുണ്ടാവും. ആണോ? അപ്പുറത്ത് ബോഡി തുടങ്ങിയിട്ടുണ്ടാവും. ആണോ? സീസണൽ പ്രശ്നമാണോ? ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ബിസിനസ് ആണ് നടക്കുക. ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങാൻ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്ക് തുടങ്ങാൻ നമ്മൾ വലിയ റിസ്ക് ഉണ്ട്. പക്ഷെ ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങാൻ 25,000 50,000 മുടക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇ-കൊമേഴ്സ് കമ്പനി തുടങ്ങാം. അല്ലേ? ഇ-കൊമേഴ്സ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഏതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓടി വരാം? ആമസോൺ ഓടി വരും, പിന്നെ ഫ്ലിപ്കാർട്ട് ഓടി വരും, ഈബേ, സ്നാപ്ഡീൽ, പിന്നെ ഒരുപാട് കമ്പനി ഉണ്ട്. അല്ലേ? ഈ കമ്പനികളൊക്കെ നമ്മളെ പേര് നമ്മളൊക്കെ എന്താ ബന്ധം ചിന്തിക്കുന്നില്ലേ? എന്താ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇ-കൊമേഴ്സ് കമ്പനിയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല വിൽക്കാൻ പറ്റും. തൃശ്ശൂര് ആമസോണിൽ അറിയാലോ? ആമസോണിൽ ചാണകപ്പൊടി വിൽക്കുന്ന ആരാണ്? ഓൾ ഇന്ത്യ ലെവലിൽ ചാണകപ്പൊടി വിൽക്കുന്നത് തൃശ്ശൂരുകാരന്റെ അച്ഛനാണ്. ചാണകപ്പൊടി ഇന്റർനെറ്റിൽ ഓൺലൈനായിട്ട് ഇ-കൊമേഴ്സ് കമ്പനിയിൽ ആമസോണിൽ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിൽക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ ആമസോണിന്റെ വിറ്റുവരവ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ പത്രത്തിൽ പറഞ്ഞ 2 മാസം മുന്നേ പേപ്പറിൽ വന്നൊരു വാർത്ത എന്തായോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലിപ്കാർട്ടില് ബാംഗ്ലൂർ കമ്പനിയാണ്, ഇന്ത്യ കമ്പനിയാണ്. ഇവര് പുറത്തൊരു വാർത്ത 24 മണിക്കൂറിനുള്ളിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത സെയിൽ എത്ര?
1400 കോടി രൂപയുടെ ടേൺ ഓവറാണ് 24 മണിക്കൂറിനുള്ളിൽ ഇവർ ക്രിയേറ്റ് ചെയ്തത്. കുറച്ച് ദിവസം മുന്നേ അതിനുശേഷം ശേഷം ആലിബാബ എന്ന ടീം പുറത്തു വിട്ടു. എന്താ അറിയോ? അതിനേക്കാളും വലിയ സംഖ്യയാണ് ഇവർ പുറത്തിട്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ചെറിയ എമൗണ്ടിന്റെ കച്ചവടം അല്ല, ആണോ? വലിയ എമൗണ്ടുകളുടെ കച്ചവടമാണ് ഇവർക്ക് കിട്ടുന്നത്. കാരണം ഇന്ന് കുറച്ച് മുന്നേക്ക് ഇവർ പുറത്തു വിടുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മുന്നേക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് നമ്മളിങ്ങനെ സൈഡിൽ പോകണം, റേഞ്ച് പിടിച്ചിങ്ങനെ പോകണം അല്ലെ, എന്നാലും റേഞ്ച് കിട്ടൂലേ. ഇന്ന് 4G കാലഘട്ടം ആണോ? മുന്നേ 3G 2G കിട്ടുള്ളൂ, ഇന്ന് 4G ആണ്, ഹൈസ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്റർനെറ്റിൽ ബിസിനസ് നോക്കിയാൽ ഇനി തടച്ചു വരാൻ പോവാണ്. അതിന്റെ ടൈമാണ്. നമ്മൾ പറഞ്ഞു ജിയോ വിപ്ലവം നടത്തിയില്ലേ, അംബാനി എന്തായാലും കൂടെ പറയും മനുഷ്യപ്പെട്ടുള്ള ആളാന്ന് പറയില്ലേ. വലിയ മാറ്റം തന്നെ അംബാനി നടത്തി. എന്തിനാ അംബാനി മാറ്റം വെച്ചത്? എന്തിനാ ജിയോ നമുക്ക് തന്നത് ഫ്രീ ആയിട്ട്? എന്തിനായിരുന്നു? പിന്നീട് അവർ